സർപ്പങ്ങൾക്ക് നടത്തിയാണ്. അന്നകടൽ പോലെ ഇളകി മറിയുന്ന മനുഷ്യ മനസ്സിനെ ഏകദേശം കഴിയുന്ന ആസ്മര ശക്തിയുള്ള നമ്മുടെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കാനായിട്ട് ഈ സഹസംഘത്തിന്റെ കൺവീനർ കൂടിയായ ശ്രീ ജോമൻ താന്നിൽ അവരെ ക്ഷണിക്കുന്നു. സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ നമുക്ക് എവിടുത്തെ പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിൽ നമുക്ക് വിശിഷ്ടാതിഥിയായി കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട മാധവകുട്ടി അമ്മ, ഏറെ സ്നേഹം നിറഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ GKP അവർ, മറ്റു വേദിയിലും സദസ്യമായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, പടംകോളനി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വികാരമാണ്. കേരളത്തിൽ തന്നെ സവിശേഷമായി പറയാൻ കഴിയുന്ന ഒരു നാട്. നേർ വിപരീതമായി കല്ലാർ പടംകോളനി എന്ന് പറയുമ്പോൾ അന്നത്തെ സർക്കാർ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് ഈ നാട് കേരളത്തിന്റെ ഭാഗമായി നിലനിൽക്കണം എന്നുള്ള ദീർഘവീക്ഷണത്തോടു കൂടി രാജ്യത്ത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഈ ഉടുമ്പൻചോല, പീരമേട്, ദേവികുളം താലൂക്കുകൾ സിംഹഭാഗവും തമിഴ്നാടിനോട് ചേർന്ന് പോകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ യശസ്വരനായ ഭാഗ്യസ്മരണാർഹനായ അന്നത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പട്ടം താണുപിള്ളയുടെ ആ സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ പരിണിത ഫലമാണ് നാം ഇന്ന് കാണുന്ന കല്ലാർ പടംകോളനി. ത്തിലുള്ള ആളുകളെയും എല്ലാ വിശ്വാസികളെയും എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് പട്ടംതാണുള്ള നൽകിയ പ്രദേശമാണ് 1397 ബ്ലോക്കുകൾ, 5 ഏക്കർ വീതം ബ്ലോക്കുകൾ നൽകി അവർക്ക് പ്രത്യേകം സഹായങ്ങൾ നൽകി ഈ നാട്ടിലേക്ക് കുടിയിരുത്തപ്പെട്ട ഒരു പ്രദേശമാണ് കല്ലാർ പടംകോളനി. അതുകൊണ്ട് തന്നെ ഈ നാടിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഈ നാടിനെ ഈ മലയാള നാടിനോട് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ഈ പ്രദേശത്തിന്റെ കാവൽക്കാരായി കണ്ടുകൊണ്ടാണ് ഈ നാട്ടിലേക്ക് കർഷകരെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, ജില്ലകളിൽ നിന്ന് ഇങ്ങോട്ട് കുടിയിരുത്തിയത്. ശ്രീമതി മാധവിക്കുട്ടി അമ്മ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ആ അമ്മയുടെയൊക്കെ കാലഘട്ടങ്ങളിൽ എത്രയോ ത്യാഗം സഹിച്ചുകൊണ്ട് റോഡും വഴിയും മണ്ണും ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പട്ടിണിയോടും വിശപ്പിനോടും അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികളോടും വന്യമൃഗങ്ങളോടും ഒക്കെ പോരാടി ഈ മണ്ണിൽ പൊന്നു വിളയിച്ച്, മണ്ണിനോട് മല്ലടിച്ച് പൊന്നു വിളയിച്ച് ഇന്ന് നാം കാണുന്ന ഈ പട്ടംകോളനിയുടെ മനോഹാരിതയിൽ നാം എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട KR ഉണ്ണികൃഷ്ണൻ സാർ ആണ്. സാറിനോട് ഞാനും രാജേഷ് ചന്ദ്രയും ഒക്കെ അടക്കം നിരവധി തവണ ഈ ഒരു ആഘോഷം നടത്തണമെന്ന് സാറിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചപ്പോൾ ഒത്തിരി ആശങ്കകൾ സാർ പങ്കുവച്ചു. ഇന്നലെ മഴ വന്നപ്പോൾ സാറിന് വലിയ ആശങ്കയായിരുന്നു. പക്ഷേ നമ്മുടെ പൂർവികർക്ക് ദൈവം നൽകിയ കനിവ്, ദൈവം നൽകിയ അവരുടെ ത്യാഗത്തിന്റെ പരിണത ഫലം ദൈവത്തിനറിയാം, ഈശ്വരനറിയാം. അതുകൊണ്ടാണ് ഇന്ന് മഴമേഘങ്ങൾ മാറി നിന്ന് നമുക്ക് ഈ സമ്മേളനം, ഈ പൊതു സമ്മർശത്തിൽ നമുക്ക് നടത്തുവാൻ വേണ്ടി കഴിഞ്ഞത്. അതിനൊക്കെ ഒരു വലിയ നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ഉണ്ണിസാറാണ്. ഉണ്ണിസാറിന്റെ സൗമ്യഭാവവും ഉണ്ണിസാറിന്റെ അവർ ദുരിതനിശ്ചയത്തോടുകൂടിയുള്ള പ്രവർത്തനവുമാണ് ഈ സ്വാഗത സംഘത്തെ മുന്നോട്ട് നയിക്കുന്നത്. സ്വാഗത സംഘം ചെയർമാനായി നമ്മളെ നയിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തോളൂ. നമുക്ക് ഏവർക്കും ഇന്ന് വലിയ ആശയം, വലിയ ആവേശവുമായി നിൽക്കുന്നത് പ്രിയപ്പെട്ട മാധവകുട്ടി അമ്മയാണ്. അമ്മച്ചിയെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാണാനൊക്കെ ചേർന്നു. 1397 ബ്ലോക്ക് ലഭിച്ചതിൽ ഒരു വനിതയ്ക്ക് മാത്രമേ അന്ന് വനിതയുടെ പേരിൽ ഒരു ബ്ലോക്ക് ലഭിച്ചിട്ടുള്ളൂ. അത് പ്രിയപ്പെട്ട അമ്മച്ചിയാണ്. 805 നമ്പർ ബ്ലോക്ക് രാമകൽമേട്ടിൽ അനുവദിച്ച് കിട്ടിയത് പ്രിയപ്പെട്ട അമ്മച്ചിയാണ്. അമ്മച്ചിയോട് വന്നിരിക്കുമ്പോൾ ഒരുപാട് പറയണമെന്നുണ്ട് നമുക്ക്, പക്ഷേ വിശിഷ്ടാദികൾ ഒരുപാടുണ്ട്. അമ്മച്ചിയുടെയൊക്കെ നമ്മുടെ പൂർവികരുടെ ഒരു സാന്നിധ്യമായിക്കൊണ്ടാണ്, അവരെല്ലാവരുടെയും ഒരു സാന്നിധ്യമായിക്കൊണ്ടാണ്. ഉണ്ണിസാറിനെ കണ്ടപ്പോഴേ ഇവിടുത്തെ ഉണ്ണിസാറിന്റെ അച്ഛനെ ഓർമ്മ വന്നു, ഉണ്ണിസാറിന്റെ സഹോദരങ്ങളെ ഓർമ്മ വന്നു. അത്രയും ഓർമ്മശക്തിയോടുകൂടി ഈ മണ്ണിൽ പൊന്നു വിളയിക്കാൻ ത്യാഗത്തോടുകൂടി, അധ്വാനത്തോടുകൂടി അവർക്കൊപ്പം നിന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയാണ് ഈ സപ്തതി ആഘോഷത്തിന്റെ ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം, ഏറ്റവും വലിയ സന്തോഷം. പ്രിയപ്പെട്ട അമ്മച്ചിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, കോളനി നിവാസികളുടെ പേരിൽ ഈ സമ്മേളനത്തിലേക്ക് ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ജിജി സാർ, നമുക്കറിയാം, നല്ല പ്രാസംഗികൻ, നല്ല സംഘാടകൻ. അദ്ദേഹത്തെ
അടുത്തറിയുമ്പോൾ അതിലേറെ അദ്ദേഹത്തിൽ നിന്നും അറിവ് ലഭിക്കുന്ന ഒരാളാണ്. അദ്ദേഹം നമ്മുടെ ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്നു. നമ്മുടെ ഈ ഡിവിഷനിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പറഞ്ഞാൽ ഒരുപക്ഷെ സംഘാടകർ വരുന്നതിന് മുമ്പ് തന്നെ കൃത്യസമയത്ത് എത്തിച്ചേരുന്ന ഒരു മനസ്സിനുടമയാണ് പ്രിയപ്പെട്ട ജിജി സാർ. ഏറ്റവും നല്ല രീതിയിൽ ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമുക്കൊരു സന്ദേശം നൽകാനായിട്ട് ഏറ്റവും നല്ല ആള് ആര് എന്ന് ഞങ്ങൾക്ക് മറ്റൊരാളെ പറ്റി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. അത് പ്രിയപ്പെട്ട ജിജി സാറാണ്. പ്രിയപ്പെട്ട സാർ ഇവിടെ കടന്നു വന്നു. സാറിന്റെ സാന്നിധ്യം ഞങ്ങളേറെ സന്തോഷത്തോടു കൂടി കരുതുന്നു. നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ സമ്മേളനത്തിലേക്ക് പ്രിയപ്പെട്ട ജിജി സാറിനെ സ്വാഗതം ചെയ്യും. ഇന്ന് നമുക്ക് വിശിഷ്ട അതിഥിയായി ഇവിടെ മറ്റൊരാൾ കൂടി കടന്നിട്ടുണ്ട്. നമ്മുടെ കുമാരി ദേവനന്ദ രതീഷ്. നമുക്കറിയാം വിവിധ സിനിമകളിൽ അഭിനയിച്ചു. നമ്മുടെ വിവിധ സ്റ്റേജുകളിൽ വലിയ പെർഫോമൻസ് നൽകി. അതോടൊപ്പം തന്നെ TV പ്രോഗ്രാമുകളിൽ പെർഫോമൻസ് നൽകി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ദേവനന്ദ രതീഷ് നമുക്കറിയാം നമ്മുടെ ശൂലപ്പാറയിലുള്ള മായാദേവി രാമകൃഷ്ണൻ ചേട്ടന്റെ മകളാണ്. ഞങ്ങളൊപ്പം പഠിച്ചതാണ്. ഇവരുടെ മകളാണ്. ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട ദേവനന്ദ രതീഷിനെ നമ്മളിന്ന് ആദരിക്കുന്നുണ്ട്. ഒരു കൊച്ചു പ്രോഗ്രാം നമുക്ക് വേണ്ടി പ്രിയപ്പെട്ട താരം അവതരിപ്പിക്കും. പ്രിയപ്പെട്ട നമ്മുടെ കൊച്ചുമകളെ ഏറെ സ്നേഹത്തോടുകൂടി ഏവരുടെയും പേരിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ലൈബ്രറിയുടെ മുൻ പ്രസിഡന്റും നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട ജനപ്രിയ നേതാവുമായിട്ടുള്ള പാവാടപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീ CS യശോധരൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. നമ്മുടെ എല്ലാ സാഹസത്തിന്റെ പരിപാടിയിലെല്ലാം അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അത് നമ്മളിൽ ഒരുവനാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട നമ്മുടെ KB പരമേശ്വരൻ ചേട്ടൻ മുൻ വേദിയിൽ തന്നെ ഇവിടെയുണ്ട്. പട്ടാളങ്ങളുടെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സ്വാഗത സംഘത്തിന് വർക്കിംഗ് ചെയർമാനായി സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഇരിക്കുന്നത് കാപ്കോയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന അഡ്വക്കേറ്റ് G ഗോപകൃഷ്ണനാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ റാവി സദീഖിനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട മെമ്പർ സതി അനിൽകുമാറിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശിഖാ ബ്യൂട്ടിക്കലിനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ വരാമെന്നേറ്റിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർമാരായിട്ടുള്ള വിജുമോൾ വിജയൻ, ശ്രീ CV ആനന്ദ്, ശ്രീ രമേശ് കൃഷ്ണനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് PJ ജോമോൻ വിത്തോമർസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ AVFന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് KJ ജോയിസ് സ്വാഗത സംഘത്തിന് വേണ്ടി എവിടെയും പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടുകാരൻ കൂടിയായ നമ്മുടെ മാധവക്കുട്ടിയമ്മയുടെ അയൽവക്കക്കാരൻ കൂടിയായിട്ടുള്ള ശ്രീ അജി കളതുങ്കൽ RSSന്റെ ഇടുക്കി വിഭാഗ സഹകാര്യവാഹകനാണ്. പ്രിയപ്പെട്ട അജി ചേട്ടനെ ഏറെ സ്നേഹത്തോടുകൂടി എവിടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ VM സാലിഹ് അവറുകൾ, കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ VN അൻസാരി എന്നിവരെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കാപ്പോ സാംസ്കാരിക വേദിയുടെ സെക്രട്ടറി ശ്രീ N ഉത്തമൻ, സോൾ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ദിലീപ് NVS, YMCയുടെ സെക്രട്ടറി ശ്രീ മാത്യു AD, സീനിയർ ചേംബർ തൂക്കുപാലത്തിന്റെ പ്രസിഡന്റ് ശ്രീ KK തോമസ് എന്നിവരെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ CHUവിന്റെ ഇടുക്കി നെടുങ്കണ്ടം ഏരിയ സെക്രട്ടറി കൂടിയായിരിക്കുന്ന ശ്രീ TV ശശി, INTUCയുടെ മണ്ഡലം കർണാടക മണ്ഡലം പ്രസിഡന്റും നമ്മുടെ സ്വാഗത സംഘത്തിന്റെ ഭാഗവുമായ ശ്രീ പ്രസന്നൻ പുളിക്കൻ, AITUCയുടെ ഉടുമ്പൻചോല മണ്ഡലം സെക്രട്ടറിയായ ശ്രീ PM ആന്റണി സപ്തതി ആഘോഷത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുഖ്യ പ്രഭാഷണം നടന്ന ഏറെ പ്രിയപ്പെട്ട ജിജി സാറ്, നമ്മളെല്ലാവരും ഈ സപ്തതി ആഘോഷം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ സപ്തതി ആഘോഷിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കാണുന്നത്. ആദ്യത്തെ കാര്യമെന്നുള്ളത്, നമുക്ക് ലോകത്ത് ഇത്രയും മനോഹരമായ, ഇത്ര സുന്ദരമായ ഒരു ഭൂമി നമുക്കായി കണ്ടുവച്ച് നമ്മുടെ പൂർവികർക്ക് അത് സമ്മാനിച്ച് നമ്മളെ ഇവിടെ എത്തിച്ച്, ലോകത്ത് ഇത്രയും മനോഹരമായെന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ സൗന്ദര്യം കൊണ്ട് മാത്രമല്ല, അതില് ആ ജനങ്ങളെ കുടിയിരുത്തിയ രീതിയുണ്ട്. കുടിയിരുത്തപ്പെട്ട രീതി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനവും മതനിരപേക്ഷതയും പുലർത്തി ഏറ്റവും അർഹരായ ആൾക്കാരെ കണ്ടെത്തി അതിനെ വീതം വെച്ച് കൊടുത്താണ് ഈ ആൾക്കാരെ ഇവിടെ കൊണ്ടുവരുന്നത്. അതിന്റെ മനോഹാരിത ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ജനാധിപത്യ സംവിധാനവും ഈ നാട്ടിൽ പുലരുന്ന മതനിരപേക്ഷതയും അതിന്റെ തെളിവാണ്.
അങ്ങനെ നമ്മളെ ഇത്രയും മനോഹരം, ലോകത്ത് ഇതുപോലൊരു സൗന്ദര്യമുള്ള സ്ഥലം കാണുന്നില്ല. നമ്മുടെ വയലാർ പാടിയതുപോലെ മലകൾ, പുഴകൾ, പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങളെന്നാണ്. ഇതൊക്കെ നമ്മുടെ ഒരു അനുഗ്രഹമാണ്. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പോഴും ഉണ്ട്. ഇത്ര സുന്ദരമായ ഒരു ഭൂമി നമുക്ക് സമ്മാനിച്ച ഏറെ ആരാധ്യനായ പട്ടത്താണുപിള്ള അവരുകളെ സ്മരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിന്റെ ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. ലോകത്ത് ഒരു ജനതയും കാണിക്കാത്ത അധിനിവേശ പോരാട്ടം നടത്തിയ നമ്മുടെ പൂർവികരായ മാതാപിതാക്കളാണ്. ഇത്രത്തോളം ത്യാഗം അനുഭവിച്ച, ഇത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിച്ച, ഒരുപക്ഷെ അത് പറഞ്ഞാൽ നുണയാണ് എന്ന് നമ്മുടെ ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾ പറയുമായിരിക്കും. നമ്മുടെയൊക്കെ അച്ഛനും അമ്മയും അല്ലെ നമ്മുടെയൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ സഹിച്ച ആ കഷ്ടപ്പാടിന്റെ, അവര് ഉയർത്ത ആ വിയർപ്പിന്റെ, ആ കണ്ണീരിന്റെ, അതിന്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മളൊക്കെ ഇന്ന് ഇരിക്കുന്നത്. ഇന്ന് കാണുന്ന പട്ടണങ്ങളിലേക്ക് പോലും സൗകര്യങ്ങളില്ല. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, വാഹന സൗകര്യമില്ല, വിദ്യാഭ്യാസ സൗകര്യമില്ല, ആരോഗ്യ സംവിധാനങ്ങളില്ല എന്ന് പറഞ്ഞ് നാട് വിട്ടുപോകുന്ന നമ്മുടെ ഒരു തലമുറയുണ്ട്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണം, 70 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊടുംവനത്തിൽ വെട്ടമില്ലാതെ, കറണ്ടില്ലാതെ, മണ്ണെണ്ണ വിളക്ക് പോലും ഇല്ലാതെ കടന്നു വന്ന ഈ വന്യമൃഗങ്ങളോടും ഇവിടുത്തെ പ്രതികൂല കാലാവസ്ഥയോടും മലമ്പനികളോടും മലമ്പാമ്പുകളോടും ഒക്കെ മല്ലിട്ട് ഇവിടെ കൃഷി ചെയ്ത് ഈ ഭൂമിയെ ഈ പൊന്നു വിളയിക്കുന്ന ഭൂമിയാക്കി മാറ്റിയ, ഒപ്പം 5, 8, 10 മക്കളെ പോറ്റി വളർത്തിയ നമ്മുടെ അമ്മമാര് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ എത്രയോ നേരം പട്ടിണി ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഈ മണിയോടർ മാധവൻപിള്ള എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത്, ചേട്ടന് നമുക്കറിയില്ലല്ലോ, ഇന്ന് നേരത്തെ പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി. അപ്പൊ പോസ്റ്റ് ഓഫീസിൽ ജോലി ഉള്ളത് കൊണ്ട് ആയിരിക്കാം ഈ ബ്ലോക്ക് ഭാര്യയ്ക്ക് അനുവദിച്ചത് എന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. എന്നാൽ അതും നമ്മുടെ ആ അധിനിവേശത്തിന്റെ ഒരു കഥയാണ്. ചേട്ടൻ ഇവിടെ വന്ന് താമസം തുടങ്ങിയ കാലഘട്ടത്തിൽ ബാക്കി ബന്ധുക്കളൊക്കെ നാട്ടിലാണ്, സഹോദരങ്ങൾ, ചേച്ചിയുടെയും സഹോദരങ്ങളെല്ലാം നാട്ടിലാണ്, അച്ഛൻ നാട്ടിലാണ്. അവരിലൊക്കെ സർക്കാർ ജോലി ഉള്ളവരുണ്ടായിരുന്നു. അച്ഛൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു, സഹോദരങ്ങൾ 3 പേർ അധ്യാപകരായിരുന്നു. അപ്പൊ അവർക്കൊന്നും ഇങ്ങോട്ട് പോരാൻ പറ്റാത്തതുകൊണ്ടാണ് ചേച്ചി ധൈര്യപൂർവ്വം ഈ അപേക്ഷ എന്റെ പേരിലായിക്കോട്ടെ എന്ന് പറഞ്ഞ് അത് നിർബന്ധിച്ച് ഈ പ്രദേശത്തേക്ക് കടന്നു വന്നത്. ഈ കടക്കാര് അല്ലെ നാട്ടുകാരിട്ട പേരാണ്. ഈ മണിയോർഡർ വരുമ്പോൾ പച്ചകളെല്ലാം തീർക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മാധവൻപിള്ള ചേട്ടന് മണിയോർഡർ മാധവൻപിള്ള എന്ന പേര് ലഭിച്ചത്. അപ്പൊ ആ കഥയൊക്കെ ഞങ്ങളോട് ഇന്നലെ പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അങ്ങനെ ബുദ്ധിമുട്ടും ത്യാഗവും അനുഭവിച്ച ഒരു ജനത അങ്ങ് കോട്ടയത്തു നിന്നും, ചങ്ങനാശ്ശേരിയിൽ നിന്നും, കൊല്ലത്തു നിന്നും, തിരുവനന്തപുരത്തു നിന്നും ഒക്കെ അരിയും തേങ്ങയും വാഴക്കുലയുമായി വല്ലപ്പോഴും കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു ബസ്സിൽ കയറി കുമളിയിലോ പാമ്പാടംപാറയിലോ ഇറങ്ങി അത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഈ സപ്തതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഈ മാതാപിതാക്കളെ അനുസ്മരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ നമ്മുടെ ഈ സപ്തതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ത്യാഗത്തിന്റെയും ഈ വിയർപ്പിന്റെയും ഈ കഥ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഈ 2ാം തലമുറയിൽ ഞാനൊക്കെ ഇതൊക്കെ കണ്ടും കേട്ടും വളർന്നു വന്നവരാണ്, അനുഭവിച്ചറിഞ്ഞവർ എന്റെയൊക്കെ ചേട്ടന്മാരാണ്. അങ്ങനെ അപ്പൊ അവരൊക്കെ അനുഭവിച്ച ആ ത്യാഗത്തിന്റെ കഥ നമ്മുടെ കൊച്ചുമക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ കൂടിയാണ് നമ്മൾ ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ ഇന്നിപ്പം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, നമ്മുടെ അമ്മ ഇവിടെ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആ സമയം ആ ഭദ്രദീപം കൊളുത്തി കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആൾക്കാരെല്ലാം, സംഘാടക സമിതി ആൾക്കാർ എത്തിയിരിക്കുന്ന എല്ലാവരും ചേർന്ന് ഇവിടെ 70 എന്ന ചിരാതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചിരാതുകളെല്ലാം തെളിച്ച് 70 എന്ന് തെളിക്കും. തുടർന്ന് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ജി സാർ മുഖ്യ പ്രഭാഷണം നടത്തും.
സ്വാതന്ത്ര്യ ആഘോഷത്തിൻ്റെ യോഗാധ്യക്ഷൻ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാറ്, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ജോമോൻ, നമ്മുടെ ചടങ്ങ് ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാന്യായ ശ്രീമതി മാധവ്. 1955 ജനുവരി മാസം 20-ാം തീയതി പട്ടം കോളനിയുടെ പ്രഖ്യാപനം കല്ലാറിൽ നടക്കും. അവിടെ തുടങ്ങി നമ്മൾ ചരിത്രത്തെ പരിശോധിച്ചാൽ, സമീപിച്ചാൽ അതെല്ലാം നിങ്ങളുടെ എന്നെ കേൾക്കുന്ന ആളുകളുടെ അറിവിലുള്ളതാണ്. ഇനി ഉപയോഗിക്കാൻ പാടുള്ളത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു അടയാളമാണെന്നും ദീർഘകാലമായി നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. കേരളത്തിൽ നമ്മുടെ ആലത്തൂർ MP ആയി പോകുന്നതിന് മുമ്പ് K. രാധാകൃഷ്ണൻ മിനിസ്റ്ററാണ് തൻ്റെ ഫയല് ഒടുവിൽ ഒപ്പിടുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഈ കോളനി എന്ന പേര് നമുക്ക് വേണ്ട, ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാനത് ആലോചിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ പട്ടം കോളനി എന്നല്ലെങ്കിൽ പിന്നെ നമ്മളിതിനെ എന്ത് വിശേഷിപ്പിക്കും? മറ്റൊരു പേരിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഞാനിന്ന് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം ഈ യോഗം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ രാത്രി ഇന്ത്യൻ സമയം 10:30 ആവുമ്പോൾ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാൽക്കീഴിൽ കിടന്നിരുന്ന എല്ലാ ദുഃഖവും ദുരിതവും പീഡനങ്ങളും അനുഭവിച്ചിരുന്ന അവിടെ നിന്നൊരു കോളനിയായിരുന്ന ഒരു രാജ്യം, അതിനെ എല്ലാം അതിജീവിച്ച് ലോകത്തിലെ വൻ ശക്തിയായി മാറിയ ആ രാജ്യത്തിന്റെ 47ാമത്തെ പ്രസിഡന്റ് ഇന്ന് രാത്രി 10:30 സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും അധികാരം ഏൽക്കുകയാണ്. അവരും ഒരു കോളനിയായിരുന്നു. അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1948 ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഉണ്ടാകുന്നത്. ഭാഷകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണെന്ന് അന്ന് പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു തുടങ്ങി വയ്ക്കുന്നത്. ഇന്ത്യയായി രൂപീകരിച്ച പ്രദേശം ഏകദേശം 500-ൽ പരം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. പാകിസ്ഥാനോട് ചേർത്ത് വിചാരിച്ചാൽ 700-ൽ പരം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. റൂൾഡിംഗ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി നിർണയിച്ചത്. സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ കൃത്യമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ കിടന്നുറങ്ങിയ ചില ആളുകൾ എണീറ്റ് വന്നപ്പോൾ പിറ്റേന്ന് അവരുടെ മക്കൾ കിടന്ന ഭാഗം പാകിസ്ഥാനിലും അവർ കിടന്ന മുറി ഇന്ത്യയിലുമായിരുന്നു. ഞാൻ ആ ചരിത്രം പറഞ്ഞ പോലെ എനിക്കിവിടെ അത് പറഞ്ഞാൽ ഒത്തിരി നേരം പോകും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അപ്പം 1948 അങ്ങനെ ഭാഷാ പ്രവിശ്യ കൗൺസിൽ രൂപീകരിച്ചെങ്കിലും 1953 ഭാഷാ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ പുനഃസംഘടിപ്പിക്കുന്ന ഒരു കമ്മീഷൻ നെഹ്റു തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഈ ചുമതല ആരെ ഏൽപ്പിക്കണം എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. അതിപ്രഗത്ഭരായ 3 ആളുകളെയാണ് നെഹ്റു എന്നത് നിയോഗിക്കുന്നത്. ഒന്ന് NH ഖുസ്രു എന്ന് പറയുന്ന ഡൽഹി സർവകലാശാലയുടെ വൈസ്രോയി ആയിരുന്ന മനുഷ്യൻ, മഹാപണ്ഡിതനായിരുന്നു. ഡൽഹി എന്ന് പറയാവുന്ന സാക്ഷാൽ പണ്ഡിറ്റ് KM പണിക്കരായിരുന്നു അന്നത്തെ രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആള് ഫസൽ അലി എന്ന് പറയുന്ന മഹാരാഷ്ട്ര ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി റിട്ടയർ ചെയ്ത ഫസൽ അലി എന്ന് പറയുന്ന മഹാദക്ഷിണാശാലിയായ ഒരു നിയമ പണ്ഡിതൻ. സാക്ഷാൽ ഫസൽ അലി ആയിരുന്നു ഈ കമ്മീഷന്റെ ചെയർമാൻ. എന്നാൽ 3 പേർക്കും തുല്യ അധികാരമുള്ളത്. പണ്ഡിറ്റ് പണിക്കർക്കും. ഈ പണിക്കരെ കുറിച്ച് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു തെറ്റു പറ്റരുത് കേട്ടോ. ഞാൻ KM പണിക്കരെ കുറിച്ചാണ് പറഞ്ഞത്. PM പണിക്കരും വേറെ പണിക്കന്മാരൊക്കെ ഒത്തിരി ഉണ്ട് നമ്മുടെ നാട്ടിൽ. KN പണിക്കരുമുണ്ട്, PM പണിക്കരുമുണ്ട്, KN പണിക്കരുമുണ്ട്. KM പണിക്കരാണ് നിങ്ങളുടെ ഓർമ്മയിൽ, അത് അങ്ങനെ തന്നെ നിൽക്കണം. ഈ KM പണിക്കര്, അദ്ദേഹത്തിന്റെ മകളുടെ പേര് ദേവകി പണിക്കർ എന്നാണ്. കേരള സംസ്ഥാനങ്ങളുടെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നതിന് അതിർത്തി നിശ്ചയിക്കുക എന്നുള്ള ജോലിയാണ്. തിരുവനന്തപുരത്ത് അതിൻ്റെ ഒരു ഓഫീസുണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിലെ തിരുവനന്തപുരം. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുമ്പോൾ കേരളത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം KM പണിക്കർ തീരുമാനിക്കട്ടെ എന്നൊരു നിലപാടാണ്. ഒരുപക്ഷെ ചരിത്ര നിയോഗം മറ്റൊന്നായിരുന്നെങ്കിൽ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആകാമായിരുന്ന കേരള ഗാന്ധി എന്ന് നമ്മൾ വിളിക്കുന്ന K. കേളപ്പൻ, അതിനകത്ത് അന്ന് കോൺഗ്രസിന്റെ നമുക്ക് പകരം വെക്കാനില്ലാത്ത നേതാവാണ്. അദ്ദേഹം അടക്കം അവരുടെയൊക്കെ ഉപദേശം സ്വീകരിക്കാറില്ല. അവിടെ ഈ സംസ്ഥാന രൂപീകരണ സമിതിയുടെ ഒരു ഓഫീസുണ്ട് തിരുവനന്തപുരത്ത്. ആ ഓഫീസ് ഇന്നുമുണ്ട്. ഇനിയിപ്പം എന്നെ കേട്ടതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ ഓഫീസിൽ കയറി കാണാനുള്ള ഒരു അവസരം ഞാൻ പറയാം.
ഈ സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് രൂപീകരണ സമിതിയുടെ ഓഫീസിലുള്ള ബോർഡ് മാറ്റി ഇപ്പം ആ ഓഫീസിൻ്റെ പേര് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസ് ഇരുന്നിടത്താണ് പണ്ട് ഈ സംസ്ഥാന രൂപീകരണ സമിതിയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ആ ഓഫീസിന്റെ 4 കിലോമീറ്റർ അകലെയുള്ള കെ കേളപ്പന്റെ വീട്ടിലേക്ക് കാറെ കൊണ്ടുവിടാൻ ഡ്രൈവറോട് പറഞ്ഞപ്പോൾ കെ കേളപ്പൻ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് തന്റെ കാറൊന്നും വേണ്ട, ഞാൻ തന്റെ കാറെ കയറുകയില്ല. അത് തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ചു. അന്ന് നിങ്ങൾക്കറിയാവുന്ന ഭാരതി ഉദയഭാനു എന്ന് പറയുന്ന രാജ്യസഭാംഗമുണ്ട്. ഈ ഭാരതി ഉദയഭാനു ആരാധിച്ച വിഷയം നിങ്ങൾക്ക് അത്ര പരിചയമില്ലായിരിക്കും. കോൺഗ്രസിന്റെ ലക്ഷ്യത്തെ നേതാവായ ഉദയഭാനുവിന്റെ ഭാര്യ. അവര് ഒരു കാരണവശാലും സമ്മതിച്ചില്ല. ഈ കേരളത്തെ അംഗീകരിക്കാൻ കഴിയില്ല. പോണ്ടിച്ചേരി അന്ന് കോഴിക്കോട് ജില്ലാ കളക്ടറുടെ കീഴിലുള്ള പ്രദേശമാണ്. കോഴിക്കോട് ജില്ലാ കളക്ടറിന് ഇടപെടാൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള ഒരു പ്രദേശമാണെന്ന് ഈ പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി ഇതിനകത്തില്ല, അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവരൊരു ഉപാധി വെച്ചു. ഭാരതി എന്ന് പറയുന്ന ഭാരതീയമ്മ എന്ന് പറയുന്ന സ്ത്രീ അവരൊരു ഉപാധി വെച്ചു. എന്താ വെച്ചത്? ഞാൻ സമ്മതിക്കാം. മംഗലാപുരം ജില്ലയുടെ ഭാഗമായ കാസർഗോഡ് താലൂക്കിൽ 50% ആളുകൾ കന്നഡയും 50% ആളുകൾ മലയാളം സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ ഇങ്ങോട്ട് ചേർത്താൽ, കേരളത്തിനോട് ചേർത്താൽ ഞാനിത് തൊപ്പുവെക്കുക, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ രാജിവെക്കുന്നു. അപ്പം അധ്യാപക ദിനത്തിലൊക്കെ നമ്മൾ ആചരിക്കുന്ന മഹാനായ ഒരു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്നില്ല നമുക്ക്. രാജ്യസഭയുടെ ചെയർമാൻ അദ്ദേഹമാണ്. ആരാണെന്നറിയോ? ഭാരതീയ ദർശനം എന്ന് പറയുന്ന പുസ്തകമൊക്കെ ഇന്ത്യ കണ്ട മഹാനായ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം അധ്യാപകനായിരുന്നു. അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി, രാജ്യസഭയുടെ ഉപാധ്യക്ഷനായി, ഇന്ത്യയുടെ പ്രസിഡന്റായി. ഡോക്ടർ രാധാകൃഷ്ണൻ പാർലമെന്റിൽ പറഞ്ഞൊരു വാചകമുണ്ട്, ആ സുന്ദരിയായ സ്ത്രീ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാതിരിക്കുന്ന മോശമല്ലേ? അതുകൊണ്ട് ആ കാസർഗോഡ് ഇങ്ങോട്ട്. അങ്ങനെയാണ് കാസർഗോഡ് കേരളത്തിന്റെ ഭാഗമാണ്. അങ്ങനെ വന്ന് ഈ കാണുന്ന കേരളം ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇടുക്കി ജില്ലയില്ല, കോട്ടയം ജില്ലയിലെ 2 താലൂക്കുകളാണ് ദേവികുളവും പീരുമേടും. ഈ പീരുമേടിനും ദേവികുളത്തിനും ചില പ്രത്യേകതകളുണ്ട്. ബ്രിട്ടീഷുകാർ ഇവിടെ കൃഷിക്ക് വന്നതിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്ന് കുറേ കാലം മുമ്പ് അവർക്ക് കൃഷിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ തൊഴിലാളികളെ കൊണ്ട് പാർപ്പിച്ച പ്രദേശമാണ് മൂന്നാർ. അവിടെ റെയിൽവേ ഉണ്ടായിരുന്നു, ട്രെയിൻ ഉണ്ടായിരുന്നു. എന്തിന്? KK റോഡിൽ കുട്ടിക്കാലത്ത് നിന്ന് താഴേക്ക് മുണ്ടക്കയത്തേക്ക് കാഞ്ഞിരപ്പള്ളിക്ക് റോപ്പ് വേ സംവിധാനം ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ പറയുന്നില്ല കേട്ടോ, ചരിത്രത്തിലുണ്ട്. ലൈബ്രറി ഉണ്ടല്ലോ, ലൈബ്രറി ഉണ്ട്, വായിക്കുക. പുസ്തകത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ കുട്ടിക്കാലത്ത് നിന്ന് റോപ്പ് വേ ഉണ്ടായിരുന്നു. അവിടുത്തെ കൊളുന്തടക്കം അവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ താഴേക്ക് കൊണ്ടുവരാൻ. ഈ KK റോഡ് ഉണ്ടാക്കിയത് ആരാ? ബ്രിട്ടീഷുകാരാ. അവരാ റോഡ് വെട്ടുമ്പോ ഈ പാമ്പാടി, വാസവന്റെ സ്ഥലം, എങ്ങനെയാ പാമ്പാടി എന്ന് പേര് കിട്ടിയത്? കൊടുങ്കാട്, വന്യമൃഗങ്ങൾ, ഉരകങ്ങൾ കടിച്ചാൽ അപ്പോൾ കണ്ണിമ ചിമ്മാൻ അന്നാരെ മരിച്ചു പോകുന്ന ഉഗ്ര വിഷസർപ്പങ്ങളുള്ള കാട്. എങ്ങനെയാ വഴിവെട്ടുന്നത്? ഈ തമിഴ് തൊഴിലാളികളും മലയാള തൊഴിലാളികളോടും വഴിവെട്ടാൻ പറഞ്ഞ വെട്ടില്ല. അവരെ പ്രലോഭിപ്പിച്ചു. അവരോട് ഈ കാട്ടിലൂടെ കുതിരപ്പുറത്ത് സായിപ്പ് തലക്കൽ പോയിട്ട് നിങ്ങൾ പുറകെ പോരൂ, ആയുധങ്ങളുമായി വെട്ടിപ്പോരൂ, ഇവിടെയൊക്കെ നിധി ഒളിഞ്ഞിരിപ്പുണ്ട്, കിട്ടുന്നവന് എടുക്കാമെന്ന് അവരെ പറഞ്ഞു പറ്റിച്ചു. എവിടെയെങ്കിലും കുറെ വെള്ളി നാണയങ്ങളും 2-3 സ്വർണ്ണ നാണയങ്ങളൊക്കെ ഇടും. ആദ്യത്തെ ദിവസം 2-3 കൂടുതലിടും. കോട്ടയത്ത് നിന്ന് വഴി വെട്ടി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പാമ്പ് കടിയേറ്റ ആളുകൾ മരിച്ച സ്ഥലത്തിന്റെ പേരാണ് പാമ്പാടി. അന്ന് ആ വഴി വെട്ടി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയ സ്ഥലമാണ് പൊൻകുന്നം. പൊൻകുന്നത്തിന്റെ പേരെങ്ങനെ കിട്ടിയെന്ന് അറിയണ്ടേ? അങ്ങനെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ അവർക്ക് കിട്ടിയ സ്ഥലത്തിന്റെ പേരാണ് പൊൻകുന്നം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഈ പീരുമേടും ദേവികുളവും ജനസംഖ്യ നോക്കുമ്പോൾ, ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ഈ പ്രദേശം കൂടി ഞാൻ മുമ്പ് പറഞ്ഞ ചിദംബരം ചെട്ടിയാർ പറഞ്ഞു തമിഴ്നാടിന് കൊടുക്കണം. കാരണം അന്ന് ഈ 2 താലൂക്കിലെയും ജനസംഖ്യ നോക്കുമ്പോൾ 55% തമിഴരും 45% മലയാളികളുമാണ്. ഇന്ത്യയിൽ അങ്ങോളം അംഗീകരിച്ചിരിക്കുന്ന ഒരു നിയമം, ഏത് ഭാഷ സംസാരിക്കുന്നവരാണ് ഒരു പ്രദേശത്ത് കൂടുതൽ, അവർക്ക് അവകാശപ്പെട്ടതാണ് ആ പ്രദേശം എന്ന ഒരു നിയമം പൊതുവെ അംഗീകരിക്കുമ്പോൾ ഇത് പാടില്ല നമുക്ക് പറയാൻ കഴിയില്ല.
ഉൽപ്പാദിപ്പിക്കുക, അതിന് കൃഷിഭൂമിയുടെ അളവ് വർദ്ധിപ്പിക്കുക, കർഷകരെ അങ്ങോട്ട് എത്തിച്ച് കൃഷി ചെയ്യുക എന്നുള്ള പോളിസി നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് നമ്മുടെ പട്ടണത്താണുള്ള അടക്കമുള്ള ആളുകൾ കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അങ്ങേയറ്റം ദാരിദ്ര്യം അനുഭവിക്കുന്ന വികസ്വര രാജ്യങ്ങൾ കഴിക്കുന്നതാണ് കപ്പയും ചേമ്പും കാച്ചിലും ഈ അരിയാഹാരവും. എന്റെ പ്രസംഗം കഴിഞ്ഞ് രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. വളരെ നിഷ്പ്രയാസം ഉണ്ടാക്കാൻ കഴിയുന്നതും ചെലവ് കുറഞ്ഞതും വില കുറഞ്ഞതുമായ ഉൽപ്പന്നങ്ങളാണ്. പക്ഷെ രാജ്യം വികസ്വരമാകുമ്പോൾ, വികസിതമാകുമ്പോൾ ആ ഭക്ഷണരീതി മാറും. പക്ഷെ നമ്മൾ ഇപ്പോഴും ഈ ശീലങ്ങളുടെ പത്മവ്യൂഹത്തിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നു. ഇവിടെ കേരളത്തിലെ ഭക്ഷ്യധാന്യത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇടുക്കി ജില്ലയിലെ ഈ 2 താലൂക്കിലേക്ക് 10-25,000 ആളുകളെ പുതിയതായി ചേർക്കാൻ തീരുമാനിച്ചു. കുടിയിരുത്തുക എന്നുള്ള മലയാളം വാക്കാണ് അതിനകത്ത് കറക്റ്റ്. പക്ഷെ നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ കുടിയേറ്റം 3 തരത്തിലുള്ള ഏറ്റമുണ്ട് അല്ലെ? കയ്യേറ്റമുണ്ട്, കുടിയേറ്റമുണ്ട്. ഇത് കുടിയിരുത്തലാണ്. ഇത് ഗവൺമെന്റ് പണം തന്ന്, സ്ഥലം തന്ന്, കൃഷി ചെയ്യാനുള്ള ആയുധങ്ങൾ തന്ന് ഒരു ജനവിഭാഗത്തെ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കുടിയിരുത്തിയതാണ്. എന്റെ പരിമിതമായ അറിവിൽ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ബാക്കിയൊക്കെ ജനങ്ങൾ വന്ന് ആയുധമെടുത്ത് ഇഷ്ടമുള്ള പ്രദേശം കയ്യേറി അവരവിടെ വീടും കൂടുതലൊക്കെ വെച്ച് താമസിക്കുന്നതിന്റെ കയ്യേറ്റമാണ്, കുടിയേറ്റമല്ല. അത് കുടിയേറ്റമാണ്, കയ്യേറ്റമല്ല, കുടിയേറ്റമാണ്. അതിക്രമിച്ച് കിടക്കുന്ന വേറെ. ഇത് കുടിയിരുത്തലാണ്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം ഇതാണ്, പരമമായ ലക്ഷ്യം. ഈ പ്രദേശം 2 താലൂക്കുകൾ, പീരുമേടും ദേവികുളം താലൂക്കും നമ്മുടെ കേരളത്തോട് നിലനിർത്തുക എന്നുള്ളതാണ്. അതിന് 10-25,000 ആളുകളെ ചേർക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു പ്രഖ്യാപനം നടത്തി. 1.5 അണ മുടക്കി ഒരു അപേക്ഷ വയ്ക്കുക. 5 അംഗങ്ങളുള്ള കർഷക കുടുംബങ്ങൾ അപേക്ഷ വയ്ക്കുക. 5 ഏക്കർ ഭൂമിയും 1000 രൂപയും പണിയായുധങ്ങളും ഗവൺമെന്റ് നൽകും. ഈ പരസ്യവും കൂടിയപ്പോൾ ആളുകളുടെ എണ്ണം കൂടി. അതിനുശേഷമുള്ള ഗവൺമെന്റിന്റെ തീരുമാനത്തിൽ നമ്മൾ സല്യൂട്ട് ചെയ്യും. എന്താണെന്നറിയോ? ഇവിടെ താമസിപ്പിച്ച ആളുകൾക്ക് ഒരു അടയാളം ഗവൺമെന്റ് തീരുമാനിച്ചു. അവർ കർഷകരാണെന്ന് ഗവൺമെന്റ് അറിഞ്ഞത് ഗവൺമെന്റ് ഒരു പ്രഖ്യാപനം. ലോക ചരിത്രത്തിൽ ഒരിടത്തുമില്ല. കയ്യിൽ തഴമ്പുള്ളവന് മാത്രം അവകാശം. എത്ര സുന്ദരമായ പ്രഖ്യാപനം! കയ്യിൽ തഴമ്പുള്ളവന് മാത്രം ഈ ഭൂമി കിട്ടും. 1.5 അണ മുടക്കി അപേക്ഷ വിഷയങ്ങൾ കർഷകരാണെന്ന് പറഞ്ഞ 5 അംഗങ്ങളുള്ള കുടുംബത്തിലെ ആളുകളുടെ കയ്യിലെ തഴമ്പ് നോക്കിയാണ് നമ്മൾ അന്ന് ഈ പ്രദേശത്ത് കുടിയിരുത്തിയത്. അതിലൊരാളാണ് ഇപ്പൊ വന്നു പോയത്. അങ്ങനെ വന്നപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. എനിക്ക് തോന്നുന്നു PK കുഞ്ഞുമുഹമ്മദ് അന്ന് കേരളത്തിന്റെ ധനകാര്യ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹമാണ് ആ ചടങ്ങ് കല്ലാറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. വായിച്ചറിഞ്ഞാണ് കേട്ടോ. കല്ലാർ എന്നാണ് അതിന്റെ ആ സ്ഥലത്തിന്റെ ആ പ്രഖ്യാപനം നടത്തുന്ന സ്ഥലത്തിന്റെ. ഇതിനൊരു ഏറിയുണ്ട്. കിഴക്കേ കവല മുതൽ കൂട്ടാറ് വരെയുള്ള അതിന്റെ പ്രാന്തപ്രദേശങ്ങളായ 15 കിലോമീറ്റർ പ്രദേശത്താണ് ഈ ആളുകളെ കുടിയിരുത്താൻ തീരുമാനിച്ചത്. പക്ഷെ ഈ പ്രദേശത്തെ ഭൂമി തികയാതെ വന്നപ്പോൾ 375 ഫാമിലിക്ക് പീരുമേട് താലൂക്കിലുള്ള തട്ടാത്തിക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഭൂമി കൊടുത്തത്. പീരുമേട് താലൂക്കിലെ തട്ടാത്തിക്കാനത്ത്. ഈ തട്ടാത്തിക്കാനത്ത് ഭൂമി കൊടുത്തപ്പോഴും പിന്നെ നിൽക്കിയ ഒരു 500 പേര്. കൃത്യമായി പറഞ്ഞ 475 ഫാമിലി. ഈ 475 ഫാമിലിയെ അന്ന് കുടിയിരുത്തിയത് മറയൂർ പ്രദേശങ്ങളിലാണ്. പക്ഷേ എനിക്കതിനത്ര സങ്കടം തോന്നിയതും നിങ്ങളോട് ഇവിടുത്തെ നമ്മുടെ നാട്ടുകാരോട് വല്ലാത്ത സ്നേഹമൊക്കെ തോന്നിയത് അവിടെയും ഇതിൻ്റെ ഒരു ആവർത്തനം പോലെ സംഭവിക്കുന്നില്ല. ഇങ്ങനെയുള്ള ചടങ്ങൊന്നുമില്ല അവിടെ. ആളുകളൊക്കെ ജീവിച്ചു പോവുകയാണ് അഭിമാനത്തോടെ. ഞങ്ങളുടെ പിന്മുറക്കാർ നമ്മുടെ എവിടെ ചടങ്ങോടെ നടക്കില്ല. ഈ തട്ടാത്തിക്കാനത്ത് പോലുമില്ല, പീരുമേട് താലൂക്കിലെ തട്ടാത്തിക്കാനത്ത് പോലുമില്ല. പക്ഷെ അങ്ങനെ അവിടെയും ഇവിടെ ഈ 3 സ്ഥലത്തായിട്ടാണ് ഗവൺമെന്റ് ആളുകളെ കുടിയിരുത്തിയത്. പിന്നീട് അന്വേഷിച്ചപ്പോ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഈ ദേവികുളം പീരുമേട് താലൂക്കിലെ ജനസംഖ്യയിൽ മജോറിറ്റി എന്ന് പറയുന്നത് മലയാളികളായി മാറുകയും ഈ പ്രദേശം ഭാഷാടിസ്ഥാനത്തിൽ കോട്ടയം ജില്ലയുടെ ഭാഗമാക്കി നിലനിർത്തിക്കൊണ്ട് കേരളത്തിന്റെ ഭാഗമായി നിലനിർത്തുകയും ചെയ്തു. സത്യത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. ഈ പ്രദേശം നമ്മുടെ സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അന്ന് അങ്ങനെ പട്ടംതാണുകളുടെ നേതൃത്വത്തിൽ അന്ന് ആ ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാടെടുത്തില്ലെങ്കിൽ ഇന്ന് കാണുന്ന ഏത് പ്രദേശം നമ്മുടെ ജില്ലയോട് ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇടുക്കി ഡാം അടക്കം തമിഴ്നാട്ടിലാകെ പോകുമായിരുന്നു. തൊടുപുഴ താലൂക്ക് മാത്രമേ ഈ ജില്ലയിൽ ഉണ്ടാകുമായിരുന്നുള്ളൂ, ഇടുക്കി ജില്ല ഉണ്ടാകുകയില്ലായിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ തൊടുപുഴ താലൂക്ക് എറണാകുളം ജില്ലയുടെ ഭാഗമായി നിലനിൽക്കുകയും ചെയ്തു. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവിടെ പട്ടം കോളനി എന്ന് പറഞ്ഞ സ്ഥലമില്ല. ഇടുക്കി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അല്ലേ? ഇടുക്ക് തോടെന്നാ വാക്ക്, തോട്, ഇടുക്ക്, വെള്ളം ഒഴുകി വരുന്ന ഇടുക്ക്. ആ ഇടുക്കിനൊരു വള്ളിയും കൂടെ ഇട്ടാണ് നമ്മുടെ ജില്ലയ്ക്ക് പേരുണ്ടാക്കി ഇടുക്കി എന്ന്. അപ്പൊ അതുപോലെ ഇടുക്കി ഒരു സ്ഥലമുണ്ട്, പക്ഷെ പട്ടം കോളനി എന്ന് പറയുന്ന സ്ഥലം ഇല്ല സത്യം. ഇനി ആകെ നമ്മുടെ പ്രതീക്ഷ ആ പേരിൽ ഒരു പഞ്ചായത്ത് രൂപീകരിക്കപ്പെടുമ്പോൾ മാത്രം സഫലമാകുന്ന ഒരാഗ്രഹമാണ്. അന്നത്തെ കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കണ്ട, ഒരിക്കൽ തീരുമാനമായതാണോ? നമുക്കെല്ലാവർക്കും കൂടി പരിശ്രമിച്ചുകൊണ്ട് ഇതൊരു പഞ്ചായത്ത് ആയപ്പോൾ മാത്രമാണ് ആ സ്വപ്നം സഫലമാകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ നാട് ലോകം അറിയുന്നത് ഇതൊരു ഇത്തരം ചരിത്രമുറങ്ങുന്ന ഒരു പ്രദേശമായതുകൊണ്ടാണ്. ഇടുക്കിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും, മറ്റു ജില്ലക്കാർക്ക്, ഞാൻ ഒരു കാര്യം ഓർത്തു. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തിങ്കൾ വിശ്വാസ് IAS-ഉം ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയും എനിക്കും, ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രം പ്രസംഗിക്കാവുന്ന കേരളത്തിലെ പല പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വിളിച്ചു ചേർത്തൊരു യോഗത്തിൽ ഇരിക്കുമ്പോൾ ശാരദാ മുരളീധരൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി അവർ പ്രസംഗിക്കുകയാണ്. ആലപ്പുഴയിലെ പത്തനംതിട്ട ജില്ലയിലേക്ക് അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് എക്കൽ ഒഴുകി വരുന്നത് ഇടുക്കിയിൽ നിന്നാണ് എന്നൊരു പരാമർശം അവരുടെ പ്രസംഗത്തിലുണ്ടായി. അവർ പ്രസംഗിച്ചതിന് ശേഷമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട ശ്രീമതി ശാരദാ മുരളീധരന്റെ അഭിപ്രായത്തിനോട് വിയോജിക്കുകയാണ്. എക്കൽ അടിഞ്ഞുകൂടുന്നത് ഒരു പ്രദേശത്തിന്റെ കുഴപ്പമാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ രാജ്യം ഈജിപ്റ്റ് ഉണ്ടാകില്ല. ഇനി നിങ്ങൾ ഇന്ന് ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് കുടിച്ച ചായയും കാപ്പിയും ഞങ്ങളുടെ ഇടുക്കിക്കാരുടെ, നിങ്ങളുടെ അടുക്കളയിൽ ഇരിക്കുന്ന പലയിടത്തെ അരി അടക്കം ഞങ്ങളുടേതാണ്. ഇത്രയും പറഞ്ഞ ഇടുക്കിയുടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏലം, കുരുമുളക് അടക്കം ഞങ്ങളുടേതാണ്. ഇത്രയും പറഞ്ഞപ്പോഴാണ് കരണ്ട് പോയത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കരണ്ട് ഞങ്ങളുടെയാണ്, ഈ കരണ്ട് ഞങ്ങളുടെ. ഇടുക്കി ഒരു ചെറിയ നാടല്ല, പട്ടംതാണുപിള്ള അല്ലെങ്കിൽ ഇന്ന് ഇടുക്കി ജില്ല രൂപം കൊള്ളുമ്പോൾ പോലുള്ള ചരിത്രമല്ല ഇതിന്. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഞാൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് മയിലാടുംപാറയിൽ ഒരാൾ ഒരു പടുതാക്കുളം കുഴിക്കുന്ന സമയത്ത് കുറെ മുത്തും അതും എല്ലാ സാധനങ്ങളും കിട്ടി. ഞാനാണ് കേരളത്തിലെ ആർക്കിയോളജി വിഭാഗത്തിന്റെ തിരുവനന്തപുരത്ത് ഓഫീസിൽ വിളിച്ച് അവരെ കാണിച്ചത്. അപ്പൊ ഞാനത് പറയാൻ കാരണം, ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ, സിന്ധു നാഗരികത സംസ്കാരത്തിന്റെ കാലഘട്ടത്തിലെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് തരത്തിലുള്ള മുത്ത അവിടെ കിട്ടിയത്. ഞാനത് പറഞ്ഞ നാട്ടുകാരനെ കളിയാക്കില്ല. ഞാൻ ഇവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരെ സമ്മതിച്ചു. അവരത് കൊണ്ടുപോയി. കുറെ നാട്ടുകാർ വാരിക്കൊണ്ട് പോയത് കൊണ്ട് അതിന്റെ അന്വേഷണം നടത്താൻ കഴിഞ്ഞു. അതാണ് നമ്മുടെ ഈ ഇടുക്കിയുടെ ആദ്യ ചരിത്രം. ചേരന്മാരുടെയും ചോളന്മാരുടെയും ചരിത്രം 9 മുതൽ 13-ാം നൂറ്റാണ്ട് വരെ നടക്കുന്നു. ഇപ്പൊ കുമളി എന്ന് പറയുന്ന ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കീഴൂർ ഈ കുമളിയായിരുന്നു എന്ന് ചരിത്രകാരന്മാർ ചിലടത്ത് പറയുന്നുണ്ട്. ഈ കുമളി എന്ന് പറയുന്ന പ്രദേശം ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്ന കീഴൂർ എന്ന് വിശേഷിക്കുന്ന സ്ഥലമാണെന്ന് ചിലടത്ത് എഴുതിയിട്ടുണ്ട്. ആ ചേര ചോള രാജാക്കന്മാർ നമ്മൾ യുദ്ധം നടക്കുമ്പോഴേ തോൽക്കുന്നവനെ പിടിച്ച് ബലി കൊടുക്കും. അങ്ങനെ തോറ്റുപോയവൻ ബലി കൊടുക്കാൻ വിസമ്മതിച്ച് കാട് കയറി തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി. അങ്ങനെ കയറിയ ആളുകളാണ് നമ്മുടെ ട്രൈബ്സ്, ഇവിടുത്തെ ആദിവാസികൾ. ഒരു ഉദാഹരണം പറയാം. പളിയൻ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ? പളിയൻ ബലി കൊടുക്കാൻ വിസമ്മതിക്കുന്നവനെന്നാണ്. പളിയൻ എന്ന വാക്കിനർത്ഥം ബലി കൊടുക്കാൻ വിസമ്മതിക്കുന്നവനാണ്. ഞാൻ പറഞ്ഞ ആ ചരിത്രമാണ്. അതിനുശേഷമുള്ള ചരിത്രമൊക്കെ ഇവിടെ കുടിയിരുത്തിയതും ബാക്കിയൊക്കെ കിടക്കട്ടെ. അപ്പൊ ഇടുക്കി, ഞാൻ എവിടെയോ പറഞ്ഞു നിങ്ങൾ ഇടുക്കിയെ വീട്ടിലെ ഏറ്റവും ദുശാഠ്യം പിടിച്ച പിത്തശൂലയുള്ള അധികമൊന്നും ആരോഗ്യമില്ലാത്ത പഠിക്കാത്ത ഒരു കുരുത്തം കെട്ട ചെറുക്കനായിട്ട് ഈ 14 പിള്ളേരിൽ ഒരാളായിട്ട് ഇടുക്കിയെ കാണരുത് കേട്ടോ എന്ന് ഞാൻ. ഇടുക്കിക്ക് ഒരുപാട് ചരിത്രമുണ്ട്, കഴിവുണ്ട്, സാമർഥ്യമുണ്ട്. അതിലേറ്റവും തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഈ പട്ടം കോളനിയെ ഹൃദയത്തിൽ ഇവിടെ മത്സരിക്കാൻ കഴിഞ്ഞതിൽ, ഇവിടുത്തെ ജനപ്രതിനിധിയാകാൻ കഴിഞ്ഞതിൽ, നിങ്ങൾ നൽകിയ വോട്ട് വാങ്ങി ഇടുക്കി ജില്ലയുടെ പ്രഥമ പൗരനാകാൻ കഴിഞ്ഞുള്ള അഭിമാനം എനിക്കുണ്ട്. ഞാൻ നിങ്ങളോട് നന്ദി കൂടി പറയുകയാണ്.
ഈ പട്ടം കോളനിയുടെ എല്ലാ പുരോഗതിക്ക് വേണ്ടിയും എന്നാൽ കഴിയുന്ന, ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയിൽ കഴിയുന്ന, മുന്നണിയിൽ കഴിയുന്ന ഈ നാട്ടിലെ സർവ്വ കക്ഷികളുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞു, ലൈബ്രറിയുടെ കാര്യം. എന്റെ ശ്രദ്ധയിൽ കെട്ടിടത്തിന്റെ കാര്യം പെട്ടിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിന്റെ പേപ്പർ ഭാഗങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഞങ്ങൾക്ക് 1 വർഷം കൂടിയുള്ളൂ. 2025 പദ്ധതികൾ തുടങ്ങി നവംബറിൽ അവസാനിക്കണം. അതിന് പ്ലാൻ ഫണ്ട് അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ലൈബ്രറികൾക്ക് കാശ് പാമ്പാടുംപാറ ഡിവിഷനിൽ എവിടെയെങ്കിലും ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ തുക നൽകുന്നത് ഈ ലൈബ്രറിക്കായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ കാണാനും നിങ്ങളോട് അല്പനേരം സംസാരിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മനോഹരമായി നമുക്കൊരു നല്ല സപ്തദിന സന്ദേശം നൽകിയ, നമ്മുടെ ലൈബ്രറിക്ക് ആശാവഹമായ ഒരു പുരോഗതിക്ക് വേണ്ടി ക്രമീകരണം നൽകിയ ജി സാറിന് നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ സാറിനെ പട്ടം കോളനിയുടെ ഒരു ആദരവ് നൽകുന്നതിന് വേണ്ടി പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വർക്കിംഗ് ചെയർമാൻ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജി ഗോപാലകൃഷ്ണനെ ക്ഷണിക്കുന്നു. ഇപ്പോൾ പൊന്നാടി അണിയിച്ച് ബഹുമാനപ്പെട്ട ജിജി സാറിനെ ഇപ്പോൾ നമ്മൾ ആദരിക്കുന്നു. ജിജി സാറിന് നൽകുന്നു. ഇപ്പോൾ പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നു. ജോണിയേട്ടൻ ആ പുസ്തകം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. നമ്മുടെ പട്ടം കോളനിയുടെ പിന്തുടർച്ചക്കാരി കൂടിയായിട്ടുള്ള കലാകാരി എല്ലാവരും വിശേഷിപ്പിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട ദേവനന്ദ രതീഷിനെ ഈ സാറ് ഇപ്പോൾ പൊന്നാടി അണിയിച്ച് നമ്മുടെ ഒരു സ്നേഹാദരവ് ഇപ്പോൾ മൊമെന്റോ നൽകി ആദരിക്കുന്നു. ദേവനന്ദയുടെ കലാപരിപാടി നമുക്ക് ഗാനമേളയ്ക്ക് മുമ്പ് എന്തായാലും നമുക്ക് ഉണ്ട്. നമ്മുടെ ജിജി സാറിൻ്റെ ഒരു മുഖ്യ പ്രഭാഷണത്തിലൂടെ കേരളത്തിൻ്റെ രൂപീകരണവും ഇടുക്കിയുടെയും പട്ടം കോളനിയുടെയും രൂപീകരണവും ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ 50ാം വാർഷികം ഉൾപ്പെടെ നമ്മൾ വളരെ വിപുലമായ രീതിയിൽ ഇവിടെ ആഘോഷിച്ചതാണ്. പട്ടം കോളനിയെ സംബന്ധിച്ചോളം പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ജോമൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരു വികാരമാണ്. ആ വികാരം എന്നും നമ്മളുടെ ശിരസിൽ നമ്മളെന്നും ജീവിച്ചിരിക്കുന്നത്തോളം കാലം ഓർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് അഭിമാനമുണ്ട്. ഞാനും ഒരു പട്ടം കോളനിയിൽ താമസക്കാരനാണ്. ബ്ലോക്ക് നമ്പർ 273 ഞാൻ താമസിക്കുന്നത്. ഏതായാലും 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളെല്ലാവരും കൂടി ഇവിടെ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ആ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു പരിപാടിക്ക് എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാനിയായ വ്യക്തികളെ, നമ്മുടെ പട്ടം കോളനിയുടെ ഈ ആഘോഷ പരിപാടിയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. കാരണം ഇതിനെ പട്ടം കോളനിയുടെ ചരിത്രങ്ങളൊന്നും അധികമായി എനിക്കറിയില്ല. കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ ഈ പരിപാടിയുടെ ആദ്യ ഘട്ടം മുതൽ എന്നെ ഇവിടെ എല്ലാവരും സംസാരിച്ചതുപോലെ വലിയ ചരിത്രം, മഹത്തരമായൊരു ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു നാടാണ് നമ്മുടേത്. ഞങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു പുതുതലമുറയെക്കുറിച്ച് മുതിർന്നവരെല്ലാം പറയുന്നൊരു വാചകം, ഞങ്ങളെല്ലാം വർത്തമാന കാലത്ത് ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്നൊരു ആഘോഷത്തിന്, 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് തുടക്കം കുറിക്കുകയാണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ മണ്ണിനോടും പ്രകൃതിയോടും പടവെട്ടിക്കൊണ്ട് അവർ ജീവിത വിജയം വരിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലും കൂടിയാണിത്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പട്ടം കോളനിയുടെ 20ാം വാർഷികം നമ്മുടെ വളരെ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു വരികയാണ്. ഈ പരിപാടി സംഘടിപ്പിച്ചത് നമ്മുടെ പട്ടം കോളനിയിൽ ആദ്യകാലം കുടിയിരുത്തപ്പെട്ട നമ്മുടെ മുൻഗാമികളുടെ സന്തതിയിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ വളരെ കാര്യമായിട്ട് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥിനിയായിരുന്നു. വളരെ സന്തോഷം കണ്ടതിൽ. രതീഷുണ്ട്. എല്ലാവരെയും വളരെ നമ്മുടെ ഒരു കൊച്ചു മോളെന്നുള്ള രീതിയിൽ വലിയ സന്തോഷമുണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് വന്നതിൽ. അപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതിനായിട്ട് ഏറെ പ്രിയപ്പെട്ട ദേവനന്ദ രതീഷിനെ ക്ഷണിക്കുന്നു. പദ്ധതി ആഘോഷത്തിൻ്റെ ഈ വേളയിൽ എനിക്ക് ഒരു ആദരവ് തന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതിന് ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. തൂക്കുവാലം എൻ്റെ നാടാണ്. എൻ്റെ മായമ്മ ജനിച്ചു വളർന്ന നാടാണ് തൂക്കുവാലം. എൻ്റെ മുത്തച്ഛൻ ഇവിടെ ചുമട്ടുതൊഴിലാളിയായിരുന്നു. ബാലകൃഷ്ണൻ എന്നാണ് മുത്തച്ഛൻ്റെ പേര്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്നോ ഇങ്ങനെ ഒരു അംഗീകാരം എനിക്ക് കിട്ടുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നെ ഇവിടെ വരെ എത്തിച്ച എൻ്റെ നല്ലവരായ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അതുപോലെയുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.
ഈ ജനുവരി 24-ാം തീയതി ഈ വെള്ളിയാഴ്ച ഞാൻ അഭിനയിച്ച സൂപ്പർ ജെമിനി സിനിമ റിലീസാകുവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എനിക്ക് തന്ന സപ്പോർട്ട് എൻ്റെ ഈ സിനിമയ്ക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മീനാക്ഷി ചേച്ചിയാണ് അതിനകത്ത് പ്രധാന കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്നത്. ചേച്ചിയുടെ ഒപ്പം നല്ലൊരു കഥാപാത്രം ചെയ്യാൻ എനിക്കും സാധിച്ചു. നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ കാലഘട്ടം മയക്കുമരുന്നിനും അതുപോലെ തന്നെ ഫോണിനൊക്കെ അടിമയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള ഒരു സിനിമയാണ് സൂപ്പർ ജെമിനി. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. നിങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് പോയി കണ്ട് വിജയിപ്പിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും അനുഗ്രഹമാണ് എൻ്റെയും സിനിമയുടെയും വിജയം. ഒരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച പ്രോഗ്രാമിൻ്റെ സംഘാടകർക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. യോഗത്തിൻ്റെ അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ സാറ് നമുക്ക് ഇവിടെ ഭദ്രദീപം കൊളുത്തി ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മുത്തശ്ശി മാധവിക്കുട്ടിയമ്മ, വേദിയിലും സദസ്സിലും ഉപേക്ഷിച്ചിരിക്കുന്ന മാന്യ വ്യക്തികളെ, നമ്മുടെ പട്ടക്കോളനിയുടെ 70ാമത് വാർഷികം സമുചിതമായി ആഘോഷിക്കാനായിട്ട് മണ്ണിനോടും അതുപോലെ മഴയോടും കാലാവസ്ഥയോടും എല്ലാം പൊരുതി കക്ഷി രാഷ്ട്രീയങ്ങൾക്കും മതങ്ങൾക്കുമെല്ലാം ഉപരിയായി നിന്നുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് നമ്മുടെ പൂർവികർക്ക് കഴിഞ്ഞു. ചടങ്ങിൽ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ നാട്ടുകാരെ, നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരു ആഘോഷം എല്ലാവരുമായി ചേർന്ന് ഒരുമിച്ച് നടത്താനാണ് താല്പര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് പബ്ലിക് ലൈബ്രറിയും കാപ്കോ സാംസ്കാരിക വേദിയും ഈ നാട്ടിലെ എല്ലാ അഭ്യുദയകാംക്ഷികളും ചേർന്ന് നമ്മുടെ വാർഷിക ആഘോഷം, സപ്തതി ആഘോഷം നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പട്ടംകൊള്ളി സുവർണ്ണ ജൂബിലി 50-ാം വർഷം ആഘോഷിച്ചപ്പോൾ ഒരു ഗാന്ധിജിയായി ഞാൻ ഇതിലൂടെ സ്റ്റേജിലേക്ക് രാജകുമാര സാറും ശ്രീമതി ശശികുമാരും ഉള്ളപ്പോൾ എന്നെ ആലോചിച്ച് ഈ വേദിയിലേക്ക് എന്നെ പൊന്നാടി ആലോചിച്ചു. പട്ടംകൊള്ളിയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഈ നാടിൻ്റെ നാനാഭാഗങ്ങളും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളും നമ്മുടെ കഴിവുകൾ തെളിയിച്ചു. ഏറെ ബഹുമാനായ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ സപ്തതി ആഘോഷത്തിൻ്റെ അധ്യക്ഷൻ, ഏറ്റവും ബഹുമാന്യ ആരാധ്യനായ ഉണ്ണിസാറ്, ഈ സപ്തതി ആഘോഷം ഔപചാരികമായി ദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഈ 5 ഏക്കർ ബ്ലോക്ക് അനുവദിക്കപ്പെട്ടതിൽ ഏക വനിതയായിട്ടുള്ള, ഏറെ നമ്മുടെ എല്ലാം വല്യമ്മയായിട്ടുള്ള മാധവിക്കുട്ടിയമ്മ, നമ്മുടെ കൊച്ചുകുട്ടി നമ്മുടെ നാട്ടിൽ നിന്നും ഇന്ത്യ അറിയപ്പെടുന്ന ഒരു നടിയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ഈ സമ്മേളനത്തിൽ ആശംസിക്കുകയാണ്. ഒപ്പം പങ്കെടുത്തതിൽ, ഈ സപ്തതി ആഘോഷത്തിൽ ഇവിടെ നിന്ന് പങ്കെടുക്കുവാൻ ഒരു ബുദ്ധിമുട്ടും പറയാതെ, ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ കുട്ടിയുടെ ഒരു സിനിമയുടെ റിലീസിങ് നടക്കുന്ന ആ കുട്ടി ഈ രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു നടിയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം ഈ യോഗത്തിൽ പങ്കെടുത്തതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വേദിയിൽ പ്രസംഗിച്ച നിരവധിയായിട്ടുള്ള നമ്മുടെ നാട്ടിലെയും പുറത്തുമുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സന്ധ്യ ഇവിടെ നമുക്ക് വേണ്ടി സമ്മാനിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ടീം വോയിസ് ഇടുക്കി ടീമിനെ ഏറെ സന്തോഷത്തോടു കൂടി നിങ്ങൾ എവരുടെയും പേരിൽ, സ്വാഗത സംഘത്തിന്റെ പേരിൽ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തോളൂ. Voice of Idukki.
Hey,